ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായം അർജുന വിഷാദ യോഗയിലെ 19 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 20ാമത്തെ ശ്ലോകമാണ്. അങ്ങനെ യുദ്ധം ആരംഭിക്കുന്നു. രണ്ടു പക്ഷത്തുള്ളവരും ശംഖു വിളിക്കുന്ന ആ ഭാഗം വരെയാണ് നമ്മൾ വിശദമായിട്ട് പഠിച്ചത്. ഇനി നമുക്ക് 20ാമത്തെ ശ്ലോകം നോക്കാം. അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജഃ പ്രവർത്തേ ശാസ്ത്രസംവാദേ ധനുരുദ്യമ്യ പാണ്ഡവാഃ. ഹൃഷികേശം തദാ വാക്യം ഇദമാഹ മഹീപദേ. അർത്ഥം നമുക്ക് നോക്കാം. അധ അപ്പോൾ, വ്യവസ്ഥിതാൻ അണിനിരന്ന, ദൃഷ്ട്വാ കണ്ടിട്ട്, ധാർത്തരാഷ്ട്രാൻ ധൃതരാഷ്ട്ര പുത്രന്മാർ അല്ലെങ്കിൽ ദുര്യോധനനും കൂട്ടാളികളും, കപിധ്വജഃ കുരങ്ങ് അടയാളം, പ്രവർത്തേ ആരംഭിക്കാറായ, ശാസ്ത്രസംവാദേ ആയുധ പ്രയോഗം, ധനു വില്ല്, ഉദ്യമ്യ ഉയർത്തിപ്പിടിച്ച, പാണ്ഡവ പാണ്ഡുപുത്രൻ, ഹൃഷികേശം ശ്രീകൃഷ്ണനോട്, തഥാ അപ്പോൾ, വാക്യ വാക്കുകൾ, ഇദം ഇത്, ആഹ പറഞ്ഞു, മഹീപദേ രാജാവ്. ശ്ലോകാർത്ഥം നോക്കാം. ഹേ രാജാവേ, ആയുധപ്രയോഗം ആരംഭിക്കാറായ ഘട്ടത്തിൽ യുദ്ധസന്നദ്ധരായി നിലകൊണ്ട ദുര്യോധനാദികളെ കണ്ടിട്ട് കപിധ്വജനായ അർജുനൻ വില്ലുയർത്തിപ്പിടിച്ചുകൊണ്ട് ശ്രീകൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. ഇതാരോട് പറയുന്നതാണ്? സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുകയാണ്. അതായത് ഇരുഭാഗത്തുള്ളവരും ശംഖു വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു കാര്യം പാണ്ഡുപുത്രനായ അർജുനൻ ശ്രീകൃഷ്ണനോട് പറയാൻ തുടങ്ങുന്നു എന്ന സൂചനയാണ് ഇവിടെ സഞ്ജയൻ കൊടുക്കുന്നത്. ഇനി എന്താണ് അർജുനൻ പറഞ്ഞത്? നമുക്ക് 21ാമത്തെ ശ്ലോകം നോക്കാം. സേനയോരു ഭയോർമധ്യേ രഥം സ്ഥാപായ മേ അച്യുത. അർജുന ഉവാചയാണ്. അർജുനൻ പറയുകയാണ്. എന്താണ് പറയുന്നത്? സേനയോ സേനയുടെ, ഉഭയോർ രണ്ടിൻ്റെയും, മധ്യേ രഥം രഥം മധ്യത്തിൽ, സ്ഥാപായ സ്ഥാപിച്ചാലും, മേ എൻ്റെ, അച്യുത അല്ലയോ അച്യുത. അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? ഹേ അച്യുത, എൻ്റെ തേര് രണ്ടു സേനകളുടെയും മധ്യത്തിൽ അങ്ങ് സ്ഥാപിച്ചാലും. സഞ്ജയൻ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സഞ്ജയൻ പറയുകയാണ്, അല്ലയോ രാജാവേ, അനന്തരം അർജുനൻ ധൃതരാഷ്ട്രപുത്രന്മാർ യുദ്ധം ചെയ്യാൻ തയ്യാറായി തന്നെ നിൽക്കുന്നത് കണ്ടിട്ട്, അതായത് യുദ്ധത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നതായി കണ്ടിട്ട്, അസ്ത്രപ്രയോഗത്തിന് സമയമായി എന്ന് അറിഞ്ഞ് തൻ്റെ വില്ലും കയ്യിലെടുത്ത് ശ്രീകൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. അല്ലയോ അച്യുത, എൻ്റെ തേര് രണ്ടു സേനകളുടെയും മധ്യത്തിൽ സ്ഥാപിച്ചാലും. ഇനി എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് 22ാമത്തെ ശ്ലോകത്തിൽ നോക്കാം. യാവദേതാൻ നിരീക്ഷേ അഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യ അസ്മിൻ രണ സമുദ്യമേ. അർത്ഥം,
യാവത് എന്നാൽ, ഏതാൻ ഇവരെ, നിരീക്ഷേ നോക്കിക്കാണുക, അഹം ഞാൻ, യോദ്ധുകാമാൻ യുദ്ധത്തിനാഗ്രഹിച്ച്, അവസ്ഥിതാൻ നിൽക്കുന്ന, കൈർ അവരോടെല്ലാം, മയാ എനിക്ക്, സഹ സഹിതം, യോദ്ധവ്യം യുദ്ധം ചെയ്യേണ്ടത്, രണസമുദ്യമേ യുദ്ധത്തിന് മുമ്പ്. ശ്ലോകാർത്ഥം നോക്കാം. ഈ യുദ്ധത്തിൽ ആരോടെല്ലാമാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടി വരിക? അപ്രകാരം യുദ്ധത്തിനാഗ്രഹിച്ചു നിൽക്കുന്ന ഇവരെ എനിക്കൊന്ന് കാണാമല്ലോ. ഇതാണ് പറയുന്നത്. അപ്പം എന്തിനാണ് രഥം രണ്ടു സേനകളുടെയും മധ്യത്തിൽ കൊണ്ടുചെന്ന് നിർത്താനായിട്ട് പറയുന്നത്? താൻ ആരോടൊക്കെയാണോ യുദ്ധം ചെയ്യേണ്ടത് എന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് അർജുനൻ ഈ വിധം ഭഗവാനോട് പറയുന്നത്. ഇനി നമുക്ക് 23-ാമത്തെ ശ്ലോകം നോക്കാം. യോത്സ്യമാനാനവേക്ഷ അഹം യ ഏതേ അത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേർ യുദ്ധേ പ്രിയ ചികീർഷവഃ. അർത്ഥം, യോത്സ്യമാന യുദ്ധത്തിനായിക്കൊണ്ട്, അവേക്ഷ നിരീക്ഷിക്കുക, അഹം ഞാൻ, യ ആര്, ഏതേ അവർ, സമാഗത കൂടിയിരിക്കുന്നവർ, ധാർത്തരാഷ്ട്രസ്യ ധൃതരാഷ്ട്രപുത്രന്മാർ, ദുർബുദ്ധേർ ദുഷിച്ച മനസ്സ്, യുദ്ധേ യുദ്ധത്തിൽ, പ്രിയ ചികീർഷവഃ സന്തോഷത്തിനായി. ഇതാണ് ഓരോ വാക്കുകളുടെയും അർത്ഥം. ശ്ലോകാർത്ഥം നോക്കാം. ഈ യുദ്ധത്തിൽ ദുഷ്ടബുദ്ധിയായ ധൃതരാഷ്ട്രപുത്രന് പ്രിയം ചെയ്യുവാൻ ആഗ്രഹിച്ച് ആരൊക്കെയാണോ ഇവിടെ വന്നു നിൽക്കുന്നത്, യുദ്ധം കൊതിക്കുന്ന അവരെ ഞാനൊന്ന് കാണട്ടെ, നല്ലവണ്ണം ഞാനൊന്ന് കാണട്ടെ. ദുർബുദ്ധിയായ ദുര്യോധനൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് യുദ്ധം ചെയ്യുവാൻ ഇവിടെ ഒരുങ്ങി വന്നിരിക്കുന്ന ആളുകളെ ഞാനൊന്ന് നല്ലവണ്ണം കാണട്ടെ എന്ന് ആരോട് പറയുന്നു? അർജുനൻ ശ്രീകൃഷ്ണനോട് പറയുന്നതായി സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഹരേ കൃഷ്ണ. ബാക്കി ഭാഗങ്ങൾ നമുക്ക് കുറേശ്ശെയായിട്ട് അടുത്ത ദിവസം പഠിക്കാം. ഇന്ന് പഠിച്ച പാഠങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായി മനസ്സിലായോ എന്ന് നിങ്ങൾ കമൻ്റ് ഇടണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായും എഴുതണം. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയെങ്കിലും ചെയ്യണം. അപ്പോഴേ എനിക്ക് മനസ്സിലാകൂ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ. കാരണം ഓരോ ദിവസവും പുതിയ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അവർക്കും മനസ്സിലായോ? പഴയ ആളുകൾക്കൊക്കെ മനസ്സിലാവും, അതെനിക്കറിയാം. അവർ ആ സന്തോഷം എന്നോട് പറയാറുണ്ട്. പുതിയ ആളുകൾ അവർക്കിത് മനസ്സിലാകുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. ഇനി പറഞ്ഞവർ തന്നെയാണെങ്കിലും മനസ്സിലായി എന്നൊന്ന് പറയുമ്പോൾ അത് എനിക്കുണ്ടാക്കുന്ന സന്തോഷം വളരെ വലുതാണ്. അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ പറയുന്നത്. ഭാഗവതത്തിലെ വളരെ പ്രധാനപ്പെട്ട വളരെ രസകരമായ ഒരു കഥാഭാഗമാണ് ഇന്ന് വീഡിയോ ആയി ചെയ്തിരിക്കുന്നത്. അതും കൂടെ നിങ്ങളെല്ലാവരും കേൾക്കണം, അഭിപ്രായം പറയണം. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.